പോവുക, വരിക, പഠിക്കുക, ഇരിക്കുക, എക്സ്പെക്റ്റ് ചെയ്യുക, കൊടുക്കുക, സ്വപ്നം കാണുക, കൂർക്കം വലിക്കുക. ഇപ്പം ഞാൻ പതിവായി അവിടെ പോകാറുണ്ടായിരുന്നില്ല എന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മളോട് ചോദിച്ചത്, സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ചെയ്യാറുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാമെന്ന്. ചിലർ കൺഫ്യൂസിങ് ആയിരുന്നു, അതുകൊണ്ടാണ് അവർ ചോദിക്കാൻ കാരണം ഐ വാസ് ഡൂയിങ്, ഐ വാസ് ഡൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. ചില ആളുകൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ പറയുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം ഒരു ഐഡിയ കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് കഴിഞ്ഞ വീഡിയോ ഒന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി, യു വിൽ ഗെറ്റ് സം ഐഡിയ, റൈറ്റ്? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയാമെന്നാണ്, റൈറ്റ്? ചെയ്യാറുണ്ടായിരുന്നില്ല, ഞാനത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല, ഞാനവിടെ പോകാറുണ്ടായിരുന്നില്ല, ഞാൻ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നില്ല, ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരെന്നെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നില്ല എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയാമെന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഇതിനെ ഗ്രാമാറ്റിക്കലി ഒന്നും ഫോളോ ചെയ്യേണ്ട. എന്ന് വെച്ചാൽ ഒരു ഗ്രാമറിൻ്റെ റൂള് വെച്ചിട്ട് സബ്ജക്റ്റ് പ്ലസ് അതിൻ്റെ ഓക്സിലറി ഓർ വെർബ് അങ്ങനെയൊന്നും പോകണ്ട. നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഡിൻറ്റ് എന്ന് വെച്ച് പറഞ്ഞാൽ മതി, ഐ ഡിഡിൻറ്റ്. പക്ഷേ യൂസ്ഡ് ടു എന്ന് പറയുന്നത് എന്താവണം? യൂസ് ടു ആവണം. അത്രയേ ഉള്ളൂ. നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ മതി. ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡിൻറ്റ് യൂസ് ടു എന്നാണ് പറയുക. ഐ ഡിഡിൻറ്റ് യൂസ് ടു ഡു ദാറ്റ്, ഐ ഡിഡിൻറ്റ് യൂസ് ടു ഗോ ദെയർ, ഐ ഡിഡിൻറ്റ് യൂസ് ടു സ്പീക്ക് ഇംഗ്ലീഷ്, ഐ ഡിഡിൻറ്റ് യൂസ് ടു പെർഫോം വെരി വെൽ, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ഗ്രാമാറ്റിക്കലി ഫോളോ ചെയ്യേണ്ട. ഡിഡിൻറ്റ് യൂസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന അർത്ഥം. അതെങ്ങനെ വന്നു, ഡിഡിൻറ്റ് അവിടെ നിന്ന് എങ്ങനെ വന്നു, എന്തുകൊണ്ട് യൂസ്ഡ് യൂസായി, അതൊക്കെ നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് അത്രയും കോംപ്ലിക്കേഷന് പോകണ്ട. നേരെ മറിച്ച് ഗ്രാമറൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ റൂൾ തന്നെ ഫോളോ ചെയ്തോളുണ്ട്. അപ്പോൾ ഡിഡിൻറ്റ് യൂസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ആരൊക്കെ ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ ഐ ഡിഡിൻറ്റ് യൂസ് ടു എന്നാണ് പറയുക, അല്ലേ? അല്ലെങ്കിൽ അവൾ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ ഷീ ഡിഡിൻറ്റ് യൂസ് ടു എന്നാണ് പറയുക. എന്താണോ ചെയ്യാറുണ്ടായിരുന്നില്ല അത് നമുക്ക് പറയണമെങ്കിൽ എന്താണ് നമ്മൾ ആ പ്രവൃത്തി അതങ്ങ് ചേർത്താൽ മതി, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഞാൻ പോകാറുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയാം, ഐ ഡിഡിൻറ്റ് യൂസ് ടു ഗോ, ഞാൻ പോകാറുണ്ടായിരുന്നില്ല, അല്ലേ? ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നില്ല, ഐ ഡിഡിൻറ്റ് യൂസ് ടു സ്മോക്ക്, ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നില്ല. ആൻഡ് അവൾ എന്നെ വിളിക്കാറുണ്ടായിരുന്നില്ല, ഷി ഡിഡിൻറ്റ് യൂസ് ടു കോൾ മീ, ഷി ഡിഡിൻറ്റ് യൂസ് ടു കോൾ മീ, അവൾ എന്നെ വിളിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഡിഡിൻറ്റ് യൂസ് ടു എന്നാണ്. അതിപ്പോൾ ഐ, യു, ദേ, വി, ഹി, ആരൊക്കെ എന്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയണം. നമുക്ക് എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി, ഡിഡിൻറ്റ് യൂസ് ടു എന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി, റൈറ്റ്? ഇനിയിപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മലയാളം സെൻറ്റൻസ് ഇങ്ങനെ മനസ്സിൽ കണ്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന ഒരു പരിപാടിയിലേക്ക് നിൽക്കുമ്പോൾ ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സെൻറ്റൻസ് ഒക്കെ വരുമ്പോൾ അതിൽ നല്ല കൺഫ്യൂസിങ് ആയിരിക്കും നമുക്ക്. മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഡിഡിൻറ്റ് യൂസ് ടു പറഞ്ഞാലേ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥം വരും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പോൾ ഞാൻ പതിവായി അവിടെ പോകാറുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പതിവായി അവിടെ പോകാറുണ്ടായിരുന്നില്ല എന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് നല്ല രൂപത്തിൽ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഡിഡിൻറ്റ് യൂസ് ടു, പോകുമെന്ന് പറഞ്ഞാൽ ഗോ, അല്ലേ? റൈറ്റ്, ഐ ഡിഡിൻറ്റ് യൂസ് ടു ഗോ ദെയർ, ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നില്ല. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നില്ല, ഐ ഡിഡിൻറ്റ് യൂസ് ടു പ്ലേ ക്രിക്കറ്റ്, അല്ലേ? ആൻഡ് ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നില്ല, ഐ ഡിഡിൻറ്റ് യൂസ് ടു സ്മോക്ക്, റൈറ്റ്? ഞാനത് ചെയ്യാറുണ്ടായിരുന്നില്ല, ഐ ഡിഡിൻറ്റ് യൂസ് ടു ഡു ദാറ്റ്, റൈറ്റ്? അല്ലെങ്കിൽ അവൾ അത് ചെയ്യാറുണ്ടായിരുന്നില്ല, ഷി ഡിഡിൻറ്റ് യൂസ് ടു ഡു ദാറ്റ്. അപ്പോൾ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞാൽ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ചില ആളുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ ഹാപ്പിനെസ് കിട്ടുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കുറേ, എന്തൊക്കെ, പോവുക, വരിക, പഠിക്കുക, ഇരിക്കുക, എക്സ്പെക്റ്റ് ചെയ്യുക, കൊടുക്കുക, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുക, സ്വപ്നം കാണുക, കൂർക്കം വലിക്കുക, ഇതൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ വേർഡുകളൊക്കെ ഇങ്ങനെ ഒന്ന് ഫ്രെയിം ചെയ്ത് വയ്ക്കുക അവിടെ. എന്നിട്ട് ഇവിടെ എന്തെഴുതുക, ഐ ഡിഡിൻറ്റ് യൂസ് ടു, അല്ലേ? അപ്പോൾ ഇവിടെ ഐ ഡിഡിൻറ്റ് യൂസ് ടു ഗോ ദെയർ, ഐ ഡിഡിൻറ്റ് യൂസ് ടു സ്പീക്ക്, ഐ
I didn't used to do that. I didn't used to disturb them. And she didn't used to come here. She didn't used to call me. She didn't used to discuss with me. അവൾ എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നില്ല. I didn't used to waste my time. ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. I didn't used to wake up early in the morning. ഞാൻ വളരെ നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ I didn't used to skip my breakfast. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നില്ല. I didn't used to have my lunch on time. ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ ലഞ്ച് കഴിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നുള്ള ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു 4-5 എക്സാമ്പിൾ ഇതിൻ്റെ താഴെ നിന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. EnglishCare, India's #1 online English training institute.